പോവാണ്, വാഗമൺ കേറ്റത്തിലേക്ക് പോവാണ് ഗൈസ്. ഇനി മെല്ലെ സൂക്ഷിച്ചിരുന്നു, വളവ് തുടങ്ങുകയാണ്. വണ്ടി വരുന്നുണ്ട്, വളം ഇറങ്ങി വരുന്നുണ്ടോ? അടിപൊളി ഉണ്ടോ? രണ്ട് ബസ് ഒരുമിച്ച് ലൈറ്റല്ല, ടൂറിസ്റ്റ് ബസ് അല്ലേ ഇത്? അതല്ല, ഞാൻ ആ വണ്ടി വന്നോണ്ട് അത് കിട്ടിക്കട്ടെ. ആ ബസ്, ആ രണ്ട് ബസ് പോകുന്നതുകൊണ്ട് ഇവർക്ക് ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇവർ ആർക്കും ആ ബസ് താഴെ ചെല്ലാതെ ഇവർക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇടയില്ലല്ലോ സൈഡിൽ. അതുകൊണ്ട് ഇപ്പൊ എല്ലാരും ഇങ്ങനെ വന്നോണ്ട് ഈ കല്ലിന്റെ ഒക്കെ ഇടയിൽ വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്. ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കും, രസാ. ചേച്ചി വീഴാതിരിക്കാണോ? എന്നോ എന്റെ അനിയൻ എന്നെ മുറുക്കം പിടിച്ച് വെച്ചേക്ക ഞാൻ മുന്നോട്ട് വന്നപ്പോ. തണുപ്പുണ്ടോടാ? ആ ഓരോ പത്തടിക്കും വളവാ. തണുപ്പുണ്ടോടാ? തണുപ്പാണോ? അവന് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലേ? ദിവസം എളുപ്പ ദിവസേ വാഗമണ്ണാണോ? ഓ, എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? ആണോ? അതെ, അടിപൊളി. കുറുനരിയെ കണ്ടോ നിങ്ങള്? മോഷ്ടിക്കരുത്. നല്ല വഴിയാണ് എന്തായാലും. നേരത്തെ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു, ഓടിക്കാനേ പറ്റത്തില്ല. ഒരു 100 പ്രാവശ്യം, 100 അല്ലെങ്കിലോ. നമ്മളോരോ സ്ഥലത്തേക്ക് പോകുന്നത് പോകുമല്ലോ. ഇപ്പം നമ്മള് ചെവി അടയാറാകുന്നുള്ളൂ, ചെറുതായിട്ട് അടങ്ങട്ടെ. നമ്മളാ കുന്നിനെ മുകളിലോട്ട് കയറും, കറങ്ങി അതിന് മുകളിൽ കയറും വണ്ടി. അറിയത്ത് പോലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കാം. ഒരു കറുത്ത വര വര ഉള്ള സാധനം ശരി വീടൊന്നുമില്ല, ആൾക്കാരാണ് താമസമില്ല, കൃഷി മാത്രം. ഇടയ്ക്ക് വീടുണ്ട്, ആ ഒരു വീട്, അത് വീടാ. ഇടയ്ക്കൊക്കെ വീടുണ്ട്, മുകളിലൊക്കെ വീടുണ്ട്. അവർക്കൊക്കെ കിട്ടുകയല്ലാത്തത് കൊണ്ട് അവരെല്ലാം കരുതി മേടിച്ച് നേരത്തെ കൈ വെക്കും. എനിക്ക് ഒരു മാസത്തിന് വണ്ടി വരുന്നു.
കടകളാണ്. കടയൊക്കെ ഉണ്ടെന്ന്, ഇടയ്ക്ക് കടയുണ്ടെന്നേ. ചെറുകടകളാണോ? ഓ എന്റെ ചെവി ഇടുന്നു. എന്താണെങ്കിൽ എൻ്റെ അമ്മ ബസ് വന്നു കേട്ടോ, അല്ലാതെ കുഞ്ഞു ബസ്. ആ വീട് അത് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇവിടെ കറങ്ങാൻ വരുമ്പോ ചുമ്മാ താമസിക്കുന്നതായിരിക്കും. അല്ലല്ലോ, വീടാണോ വെച്ചാൽ സ്ഥിരം താമസിക്കാനുള്ള വീടാണ്. ഇവിടെ വീടുണ്ട്, താഴെയൊക്കെ വീടുണ്ട്. അപ്പൊ ഒരാൾ ആ വെട്ടം, ഈ മലയെ നോക്കുമ്പോൾ വെട്ടം കാണാം കൊച്ചേ. ആ റൈറ്റ് സൈഡിൽ മലയെ നോക്കി ആ അതിനിടയ്ക്ക് വെളിച്ചം കാണാം. ആ വെളിച്ചമൊക്കെ വീടാം. ഇത് വീടല്ലേ? അത് ഹോട്ടൽ. മറ്റേ കോരത്തോട് ഇറങ്ങി വരുമ്പോഴേക്കും അത് തന്നെ. താഴെ മുഴുവൻ വെട്ട. ആ ഞാൻ പോയിട്ടുണ്ട്. ആ അത് തന്നെ. അതെല്ലാം വീട് എന്ന് പറഞ്ഞിട്ടാണിത്. വീടൊന്നേ ഉള്ള അരയന്മാര്. ആ അച്ഛക്ക് ഒരു അവസരം കിട്ടാൻ വീട് പണിയോ സ്ഥലം. സൗദാമയുടെ ഇല്ലായിരുന്നു ഐസിഎച്ചില്. ഈ പുള്ളി അങ്ങനെ എവിടെ വന്ന് മേടിക്കേണ്ടി വന്നോ? അത് മേടിച്ച അവിടെ താമസിക്കാൻ വേണ്ടി മേടിച്ചാന്നേ. അല്ല, ഞാൻ ഇവിടെ വന്ന് മേടിക്കാൻ. ആ പേപ്പർ പറിച്ചുന്നുണ്ട്. ആവശ്യം ഉണ്ടായിരുന്നു. ഉയ്യോ, guys. ഇതിനൊന്നും കൈവരി ഇതൊന്നും ഇല്ലാതെ വണ്ടി അങ്ങോട്ട് പോകുന്നില്ലേ? അത് നോക്കി പോണം. അത് അത് നോക്കുമ്പോ നമുക്ക് പയ്യെ പോകണം. വഴി അറിയാൻ മേലാത്ത വഴി അറിയാൻ മേലാത്തവരൊക്കെ വന്ന പ്രശ്നങ്ങളാണ്. വഴി അറിയാവുന്നവരാണെങ്കിൽ ദൂരിച്ച് പോകണം. മേടിച്ചു പോകാം. വണ്ടി എപ്പോഴും അമ്മ ഒരു റോഡല്ലേ ഉള്ളൂ, പിന്നെ അങ്ങനെയല്ലടാ. ചിത്തെന്താ അച്ഛാ? ഒരു റോഡ് കാണിച്ചേക്കുന്നല്ലേ? അപ്പൊ അതിന്റെ അവിടെ കുഴിയല്ലേ? അത് ഇതായിരിക്കും ഡിസ്പ്ലേ. അതെന്തോ അത് വരും. വണ്ടി വരുമ്പോ വെട്ടടിക്കുമ്പോഴേക്കും ഇവിടെ ഉണ്ട് ഡിവൈഡർ പോലെ. ആവണി എന്തോ ഏതാ കുറച്ചൊക്കെ ദിവസം ഏതാ കാലം കൈ നേരെ കയറി തിരിച്ചു കണ്ണച്ചക്ക കയറി കിട്ടണം. ആ ബസ് പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. നന്നായി. അതുകൊണ്ട് ഇനി ഇതങ്ങ് വരെ ഇങ്ങനെ വണ്ടി പോകും. കുറേ വണ്ടി കുറേ പോകുള്ളൂ. പതിയെ പോകുള്ളൂ, പുറകെ പറയും. കാലിയായിട്ട് പോകത്തില്ല. ഇവിടെ ഇരുത്താം. മാറി ഇവിടെയെല്ലാം മൊത്തം ഇരുട്ടായി. ഇതൊക്കെ കാണേണ്ട പകലും അതെ, ഒന്നും കാണാൻ മേല. ലൈറ്റ് ഉണ്ടല്ലോ. നാലാകുമ്പോൾ ഇവിടെ എത്തിയതെല്ലാം കണ്ടു അല്ലേ? അപ്പൊ രാവിലെ വരണ്ടേ? രാവിലെ പോകണം. അതിലെ വരുമ്പോൾ കാണാം. കയറുന്നതൊന്നും കാണാൻ പറ്റും, ഇറങ്ങുമ്പോൾ കാണില്ല. ചില വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. പോകുന്നതുകൊണ്ട് നമ്മൾ കുറേ ഉണ്ട്. ആ നമ്മളാ മുന്നിൽ പിന്നെ പോകുന്ന കുറേ പോയിട്ടുണ്ട്. നമ്മളെക്കാളും താമസിച്ച് വരുന്നവരുണ്ട്. നൈറ്റ് ഡ്രൈവിനായി. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്നവരൊക്കെ പിന്നെ ഇതിന് വേറെ ഏതൊരു എങ്ങോട്ടേക്ക് പോകുന്നേ വഴി? ഇത് കട്ടപ്പന കട്ടപ്പന അങ്ങനെയുള്ളവരുണ്ട്. അങ്ങോട്ട് തന്നെ അച്ഛൻ. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. പിന്നെ എന്നെ പിന്നെ മിണ്ടാത്ത ഇതെല്ലാം മിണ്ടിക്ക് വർത്താനം പറ. ദിവസേ ഹലോ ഗൈസ് എന്ന് പറയാം ദിവസം. ഉണ്ടോ ഇതൊക്കെ കട്ട് ചെയ്തെടുത്താൽ റീൽ ആവശ്യമുള്ള റീല. മെഡിക്കൽ ഷോപ്പ് കണ്ടില്ലടാ. ചെല്ലാക്ക് വാങ്ങിക്കാൻ. മേടിച്ച് തരാം ദിവസേ. സ്നഗിയില്ലടാ. അതവിടെ ഏറ്റുമാനൊക്കെ മേടിക്കാൻ ആ, പറഞ്ഞു. മേടിച്ചോണ്ട് പോണം. മേടിക്കാന്നേ, മേടിച്ച് തരാന്നേ. അത് അത്ര വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഓസിനകത്തൊന്നും വീഴുന്നു. അറിയാം. അതുകൊണ്ട് ചെയ്താൽ മതി. എന്താ അറിഞ്ഞോ? ഇല്ല. എന്തേലും ചവച്ച. നേരെ ഇരിക്കും. ആ പറഞ്ഞൊരു മിച്ചർ കഴിക്കാൻ. അച്ഛേ, ഈ അമ്മ എന്നെ മുന്നിൽ പിടിച്ചിരിക്കുന്നത് എന്നാന്നറിയാമോ? ഈ വളവ് തീരുമ്പോ കയ്യെ പിടിച്ച് വെക്കാനാ. ആഹാ, പേടി കാരണം. ആ അടിപൊളി. പേടിയുള്ളവരൊക്കെ നമുക്ക് പുറകെ ഇരുത്തിയാലോ. അല്ല, പുറകെ ഇരുന്നതൊന്നും കാണാൻ പറ്റിയല്ലോ. ആഹാ, അതെന്താ പരിപാടിയാ? വഴി കാണാൻ പറ്റി. വഴി ആ, ദിവസം. കണ്ടോണ്ട് മേടിക്കണം. അപ്പൊ വേമോ? കയ്യെ അങ്ങനെ പിടിച്ച് വെക്കുന്നേ. സി
സ്വീകാർത്തികയുടെ രണ്ടാമത്തെ വാഗമൺ ട്രിപ്പാണ്. എന്റെ അല്ല ദിവസത്തിന്റെ. ദേവസിന്റെ രണ്ടാമത്തെ, സ്വീകാർത്തികയുടെ രണ്ടാമത്തെ. അതിന്റെ പോയിട്ടുണ്ടോ? അന്ന് പോയല്ലോ, അവിടെ ചെന്ന് ഇറങ്ങി ഫോട്ടോ എടുത്ത് പോകുന്നല്ലേ ഉള്ളു. ഇന്നിപ്പോ അവിടെ നമ്മൾ താമസിക്കും. എന്നിട്ട് കാണാൻ പോകും. ഹാപ്പി ആയിട്ട് നാളെ എല്ലാ സ്ഥലങ്ങളെ കാണും. എല്ലാം മുറിയിൽ കിട്ടുമോ? റെഡിയാക്കാം. നെഗറ്റീവ് നെഗറ്റീവ് അടിക്കാതെ, നെഗറ്റീവ് അടിക്കാതെ. അല്ല, അത് താമസം എല്ലാം കിട്ടുമോ? ഇല്ലേ നമുക്ക് തിരിച്ചു പോകാലോ. അതെ, വണ്ടിയല്ലേ ഉള്ളേ. ഇതല്ലേ ഉള്ളേ, തിരിച്ചു വീട്ടിൽ പോകാലോ. എന്നിട്ട് നാളെ വരാം. നമുക്ക് നാളെ രാവിലെ ഇങ്ങോട്ട് വരണം. എന്ത് എളുപ്പം. അല്ലേ ദിവസേ? വണ്ടി വിടും. അമ്മ മറിഞ്ഞല്ലോ അച്ഛൻ. എന്നാ ചോദിച്ചേ? എന്നാ ചോദിച്ചേ? നമ്മൾ പിടിച്ചെണീപ്പിക്കണോ? അയ്യോ, എന്നാ പിടിച്ചെണീപ്പിക്കും. വളവിൽ അങ്ങനെ നിർത്തിയിടാനും അവരൊക്കെ ചെല്ലുന്നുണ്ടോ? വീടിന്റെ വെട്ടായിരിക്കും. അതിന്റെ കുത്തു പോലെ വെട്ടം കാണാൻ വേണ്ടി ലൈറ്റ് ഇടണം. നമ്മളിത് കാണണം. ദിവസം ഇതിനൊന്ന് കാണുവാണോ സ്ഥലങ്ങളൊക്കെ? അതിനിടയ്ക്ക് ആ മറ്റേ ഒച്ച വെപ്പിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് എലിയെന്ന് ഒച്ച മിമിക്രി ചെയ്യാൻ അറിയാം. എങ്ങനെയാ ദിവസം എലിയെന്ന് ഒച്ച വെക്കുന്നത്? പതി വെക്കുന്നത് വീഡിയോക്കകത്ത് കേൾക്കുമെന്നതാ. എന്റെ കയ്യിൽ ഒരു അവസ്ഥ എന്തായാലും ആവും കേട്ടോ. കൈ പിടിക്കുന്നു. വേറെ വാഗമൺ വരുമ്പോ ഒരു പാവനെ കൊണ്ട് പിടിച്ചോണ്ട് വന്നാൽ മതി. പേടിയം അല്ല, അമ്മക്ക് പേടിയായൊക്കെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം നോക്കണ്ട, ഞങ്ങൾ പറയാം. എല്ലാം ടൂർ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാ, എത്ര യാത്രക്കാരാണെങ്കിൽ എന്താ വരുന്നു. ഇപ്പൊ നമ്മള് പറഞ്ഞ വരുന്നവരൊക്കെ താമസിക്കാൻ വരുന്നതായിരിക്കും അല്ലേ? കുറേ വരുന്നുണ്ട്, താമസിക്കാൻ പറ്റില്ല. അല്ല, ഇങ്ങനെ ഇപ്പൊ വരും നമ്മളെ പോലെ. മഞ്ഞായി തുടങ്ങി, കോടയായി തുടങ്ങി. കാണാൻ പറ്റാതെ മറ്റേ ലൈറ്റ് ഓഫ് ആക്കിയതോ? ഈ ലൈറ്റ് കോടയായി, ഇവിടെ ആയി തുടങ്ങി. കുഞ്ഞല്ലേ മഞ്ഞായി തുടങ്ങി. എല്ലാം കാണാമോ? അവരുടെയൊക്കെ പോലെ മഞ്ഞലൈറ്റ് നമുക്കില്ലാത്തല്ല. ലൈറ്റ് സെപ്പറേറ്റ് നമ്മൾ പിടിക്കാം. വെള്ളച്ചാട്ടം കൂടെ ഉണ്ടോടാ ചെറിയ ചെറിയ അതെ, നല്ല ഫാമിലി. ഇവിടാണോ? അമ്മ 5ാം ക്ലാസ് ആയതുകൊണ്ട് വാച്ച് കേട്ടാ കേട്ടോ. സ്കൂളിൽ കേട്ടോ? സ്മാർട്ട് വാച്ച് അല്ലാതെ ഒരു വാച്ച് വേണം. അങ്ങനത്തെ സ്മാർട്ട് വാച്ച് ഇല്ല. 5ാം ക്ലാസ്സിലായി. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിനടിക്കൂടെ വെള്ളം വരും. ഈ മുകളിൽ നിന്ന് വഴി വരുന്നത് ഒരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൽ ചെറുതായിട്ട് തുടങ്ങി കണ്ടോ? അങ്ങോട്ട് നോക്കി കണ്ടു താഴെ ഇറങ്ങി. ഉറക്കം പിന്നെ ഉറങ്ങിക്കോ. വീഡിയോ ഫോൺ സ്റ്റാൻഡ് ചെയ്യിക്കുള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അല്ല, ഫോൺ ഇതാക്കി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടൊക്കെയാ. അതറിയാം, പക്ഷെ ആ സൈഡിലൊക്കെ ആ സൈഡിൽ പറ്റത്തില്ല. എനിക്കും വീഡിയോ ഓടിക്കാൻ പറ്റില്ല. അമ്മ കയ്യെ പിടിച്ച് ഇറക്കി നോക്കും, ഇളകും. അയ്യോ, പാപ്പനില്ലടാ. ചേച്ചി കെട്ടിപ്പിടിച്ചു. രാത്രിയില് ദിവസം വഴി യാത്ര ചെയ്തിട്ടുണ്ടോ? മഴങ്ങളുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ? ഉണ്ടെങ്കിൽ മെല്ലെ നമ്മൾ പോവാ. കണ്ട ആ മുകളിലത്തെ ബ്ലൂ കളർ കണ്ടോ? എന്ത് രസമാണെങ്കിൽ പിടിക്കാത്ത വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം കണ്ടോ? ദിവസം പാല് കുടിക്കുക, ഒരു തയ്യാറെടുപ്പില്ല. വെള്ളച്ചാട്ടം പിടിക്കാത്ത കിട്ടും. ഈ വെള്ളച്ചാട്ടം അല്ല, ഈ വെള്ളമൊക്കെ നമ്മുടെ അവിടെ വരൂടാ. നമ്മള് മീൻ പിടിക്കാൻ പോയില്ലേ മീനച്ചിലാവ്, അവിടെ വരും വെള്ളം. പാല് കുടിക്കാനുള്ള കുഞ്ഞു ദിവസേ പിന്നെ
ചെറിയ ചെറിയ വീടാ. തരാം തരാം തരാൻ തരാൻ തിരക്കൂട്ടല്ലേ. ഇവിടെ ഒരു വീടുണ്ട്. കൂട്ടല്ലേ നമ്മുടെ പുറകിലുള്ളവര് അവരിങ്ങനെ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ്, കയറി പോകുന്നേ ഇല്ലല്ലോ. അത് നമ്മളത് പറയാം. അറിയാമല്ലോ അറിയാമല്ലോ അച്ഛയായിരിക്കും ഗൂഗിൾ മാപ്പ്. അവർക്കറിയാം ആരാരും നല്ല പോകും. കണ്ടുപോവായിരിക്കും നമ്മളെ പോലെ തന്നെ. ഞങ്ങള് അവിടെ ഈ ബസ് കാരണം കുറേ വണ്ടികൾ കാണും. ഇഷ്ടംപോലെ ഉണ്ട്. ഈ വഴിക്ക് വരുന്നല്ലേ വാങ്ങുന്ന രസം. ബൈക്കാ വരാം. ബൈക്കാൻ വന്ന രസം കണ്ടില്ലേ ഇപ്പം അറിയാൻ കണ്ടത് അല്ലേ, ഇവരിങ്ങനെ കാറ്റ് കൊള്ളാൻ വരുന്നല്ലേ. ആ കാറ്റ് കൊള്ളണമെന്നുണ്ടെങ്കിൽ കിട്ടിയില്ല മഴയത്ത് റോഡ് നല്ല ഫിനിഷിംഗ് ആയിട്ടൊരു റോഡ് വർക്ക് ചെയ്തിട്ടിരിക്കുക. അതുകൊണ്ട് ബൈക്ക് ചവിട്ടിയപ്പോഴത്തേക്കും അല്ലേ റബറൈസർ റോഡാണ്. ചവിട്ടിയപ്പോൾ വഴി പുള്ളിക്ക് ബ്രേക്ക് കിട്ടിയില്ല. വാളിപ്പാളി പോയിട്ട് തല അടിക്കുന്നതാണ്. എന്തായാലും വണ്ടിയെ തെറിച്ചില്ല പുള്ളി. ഭാഗ്യം. ഷോൾഡർ അടിച്ച ഷോൾഡർ ആണെങ്കിലും ആ ഒക്കെ തന്നെ വീഴ്ച നല്ല വീഴ്ച തന്നെ. ആ ഒരു ചെറുക്കനെ ഉള്ളെന്ന് തോന്നുന്നു. ഓ ആണ്ട് ഇടയ്ക്കൂടെ കയറ്റുന്നു. അച്ഛൻ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി. നമുക്ക് മാറ്റം കണ്ട. എന്നാൽ ആ ജീപ്പുകാരനവിടെ ശകലം നേരം ഇതിന്റെ പുറകിൽ നിന്നിട്ടാണ് മര്യാദ കയറി പോയാൽ പോലെ. പൊറോട്ട എടുക്കേണ്ടി വരുമോ? നമ്മുടെ പുറകെ വണ്ടി ഉണ്ടല്ലോ. അയ്യോ പ്രശ്നമാവോ? അയാൾ പറഞ്ഞു. കിടക്കട്ടെ മാറിയിട്ട് പൊന്നിച്ച അതൊന്നും നോക്കണ്ട. പൊന്നിച്ച് പാപ്പിച്ചോ സതീശ് പോകുന്നുണ്ട്. ഇങ്ങോട്ട് ചിലരുടെ ഇടയുണ്ട് എടുക്കാൻ. എല്ലാവരും ലൈറ്റ് മരമുണ്ട്, മരത്തെ മുട്ടുവാൻ ലൈറ്റ്. താമസം നമുക്ക് KSRTC കാലം മാറ്റും, സൈഡിലേക്ക് ഇറങ്ങും. അതിന് പറഞ്ഞ ആംബുലൻസ് ഉണ്ട്. അതാണ് KSRTC പോകാനുള്ള ഉണ്ടാവും, കൊണ്ടുപോകാം. അവൻ അങ്ങോട്ട് ചെല്ലണം. ആംബുലൻസ് പോകുന്നുണ്ട്. ആംബുലൻസ് അവിടെ നിൽപ്പുണ്ട്, ഇവിടെ നിൽക്കാം. അയ്യോ ബസ്. ബസ് പോകുന്നുണ്ടോ? ഉണ്ടോ? ബസ്സിന് ആംബുലൻസ് വന്നതുകൊണ്ട് KSRTC കാരൻ മാറ്റി. നല്ല അല്ല മാറ്റി. KSRTC കാർ അങ്ങനെയാന്നേ. പിന്നെ അയ്യോ ഉണ്ടാവും. നമ്മുടെ ഓൺ നമ്മുടെ ഓൺ അടിച്ച കണ്ടോ ബസ്? ഒരാളാണ് എണീറ്റ് നിൽക്കുവോ? ബസ്സിനെ കടത്തി വിട്ടത് അവനാ. നിങ്ങളൊന്ന് കഴിച്ച കാണത്തെ അഞ്ച ദിവസം ഇനിയാണോടാ കടത്തി വിട്ടത് ബസ്സിന്? ഓ പോ, ഞാൻ ഇനി തരത്തില്ല. നിനക്ക് വേണ്ടാന്നല്ലോ. അമ്മ കൊടുക്കമ്മ. അങ്ങനെ നമ്മൾ പകുതി കയറ്റം കയറി കേട്ടോ. നീ പകുതി കൊണ്ട് കഴിഞ്ഞാ എത്തും. പകുതി കയറ്റം. ഇനി എത്ര നേരം എടുക്കും അച്ഛാ? ഇനി ഒരു 15 മിനിറ്റ്. അത്ര ഉള്ളോ? കൊള്ളാലേ. പകുതി കൂടുതലായി. ആ വണ്ടി ഈരാറ്റുപേട്ടയിൽ അവിടുന്ന് എല്ലാം വന്ന വണ്ടിയാണോ? ആംബുലൻസ് ഒറ്റ കിട്ടി. ആംബുലൻസ് ആ കട്ടപ്പന ഭാഗത്ത് വന്നേ. മെഡിക്കൽ കോളേജ് വരെ എത്തണം. ആ അടുക്കളയിൽ ചെല്ലാം. 1 മണിക്കൂർ ഓടണം. ഇതാണൊരു ഡേഞ്ചർ നടക്കുന്നുണ്ട്. ഒറ്റ ഈട്ടി ഒരു ഈട്ടിയുണ്ട്. ഒരു മരമാണ്. കുഞ്ഞു വന്നിച്ചത്. ആ മരത്തിന്റെ പേരാണ് ഈട്ടി. ഇത് അവിടെയെല്ലാം വീട് കണ്ടോ? ഇപ്പൊ ലൈറ്റ് കത്തുന്നുണ്ടോ? അങ്ങനത്തൊക്കെ വീടുണ്ട്. അവിടെയെല്ലാം ആൾക്കാർ നടന്നു പോയി താമസിക്കണം. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ? മലവട്ടം കണ്ടോ? അതിനകത്തെല്ലാം അതെല്ലാം വീടാ. അങ്ങോട്ടേക്കൊക്കെ അപ്പൊ വഴി ഏതാ? അതൊക്കെ ഈ നടന്നു പോവോ? ഞാൻ നേരെ നോക്കി ഓടിച്ചോളാം, പേടിക്കണ്ട. അതാ വഴിയുടെ മോളാണ്. നമ്മൾ അവിടെ ചെല്ലും. അങ്ങനെ കയറിയാണോ? മെഡിക്കൽ ഷോപ്പില്ല. ഉണ്ടെന്നേ. മുകളിൽ നല്ല ടൗണാണ്.
ഇപ്പൊ വിഷമിരിക്കാം നമ്മ. ആ എനിക്ക് ഒരു ലൈറ്റ് ഇല്ലേ? സാറായിരിക്കും. സാറോ? ആ സാറാണ് ഇത് കഴിഞ്ഞെടുക്കാം. സാറടക്കണം വിളിക്കട്ടെ. ഓ ഏടി വെച്ചാൽ കോട പൊങ്ങുന്നേ കണ്ടോ? ഗോള പൊങ്ങുന്നതാണോ? പക്ഷെ അതൊക്കെ നോക്കിക്കോളാം വണ്ടി ആവില്ലേ ട്രാൻസ്പോർട്ട് ഞാൻ ബസ്സിൽ സൈഡിൽ വരുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ കയറും എനിക്ക് പേടി. ആ ദിവസം ഇവിടെ നിർത്തും, നമുക്ക് കയറി പോവാം. പിന്നെ അവിടെ നിർത്താം, ബസ് സ്റ്റോപ്പാണ്. ചിലപ്പോൾ ഒതുക്കി നിർത്തും, അവരുടെ സ്വഭാവത്തിനാണ് നിർത്തുക. അടുക്കേറ്റ് നിർത്തും. ചിലപ്പോൾ ഇങ്ങനെയൊന്നും നിർത്തുകയല്ല, അത് അടുത്ത് തന്നെ നിർത്തും. എൻ്റെ അടുത്തൊരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. KSRTC മാത്രമല്ലേ ഉള്ളൂ. പ്രൈവറ്റ് ഇല്ല, KSRTC മാത്രമേ ഉള്ളൂ. ഏഴായിരുന്നു ഞാൻ നേരത്തെ കണ്ട. ഇനിയിപ്പോൾ 5 ആയോ? 5 ലൈറ്റ് ഉണ്ടോ? ഇപ്പോഴാണ് കയറുന്നത്, ആ നേരം പുറകെ നിൽക്കുക. ആര്? ആ കാറുകാരെ അതിനാ? നമ്മള് കയറി പോയി അതൊന്ന് മനസ്സിലായി. നമ്മൾ നോർമൽ സ്പീഡിലാണ്, അവർ നോർമൽ സ്പീഡ് തന്നെയാണ്, കൂടുതലില്ല. അവർ കയറി കഴിഞ്ഞാൽ വല്ല പൂപ്പൊക്കെ പോവാണ്. കയറ്റം കയറി പോകുന്നില്ല. ഞാൻ എനിക്ക് സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ കാറുള്ള ആൾക്കാരൊക്കെ കാറുകാരെന്നോ സ്കൂട്ടറുള്ളവരൊക്കെ സ്കൂട്ടറുകാരെന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെയല്ലേ വിളിക്കുക, കാരണം അവർ തന്നെ കാറുകാരാണ്. കാറിലുള്ള ഒരാളെന്ന് പറയണം. അങ്ങനെയൊക്കെ പറയും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വായിൽ വരുന്ന ഞാൻ പറയും. അമ്മൂടി എന്നാ ബുഷിട്ട് കെട്ടി വെച്ചു. ആ അങ്ങനെ എനിക്ക് നിംഹാസ്. എത്താറായ ലൈറ്റിന്റെ അവിടെ അതിൻ്റെ അപ്പുറം എത്തുന്നുണ്ട്. ആ താഴെ നിന്നപ്പോ കണ്ട ലൈറ്റാണോ ഇത്? അതെ അതെ. അവിടെ വരെ എത്തിയല്ലോ. 2-3 ഓണം കഴിഞ്ഞാൽ എത്തില്ലേ? ഒരു പുലി നിന്ന സ്ഥലമാണോ? അത് പറയാം, അതിപ്പോൾ എത്താറായി. നമ്മളിപ്പോൾ എത്തും. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടായി. ചേട്ടപ്പോ തീർന്നോ? സൈഡ് നടക്കണ്ട. അല്ല അച്ഛൻ തുറന്നിട്ടുണ്ട്. ചൂടെടുക്കുന്നത് കയറ്റം കയറാൻ വന്നപ്പോൾ ഞാൻ AC ഓഫ് ചെയ്തതാണ്. അത് നമ്മൾ ചെറുതാക്കും. ഇച്ചിരി കാത്തിക്കൊണ്ട് എന്തിനാ? ചില്ല് വേണ്ട. നല്ല കാറ്റ് കയറും. ഫ്രഷ് എയർ കയറും. ആ കാടില്ല. ഒത്തിരി ഇതാക്കണ്ട. ആ മതി മതി മതി.
ചെയ്യുന്നേ, സാറില്ല. ഇവിടെയുള്ള ആൾക്കാരാ, അവർക്ക് ഇങ്ങനെ ഓടിച്ചു പോയി പരിചയമുള്ളവരാ, വഴി അറിയാവുന്ന. ഈ വണ്ടി ഇറങ്ങി വന്നു കുറച്ച് ലൈറ്റ് പോയി. ഒരുപാട് യാത്രക്കാരുണ്ട് കേട്ടോ. ഇപ്പോഴും വന്നോന്നിരിക്കുന്നുണ്ട്. അവിടെ നിൽപ്പുണ്ട്. നമുക്ക് വരുമ്പോ കാണാം.
വെച്ചേ ആ ഇന്നലെ വൈകിട്ട്